നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ കൃഷ്ണമംഗലത്ത് വന്നിട്ട് രാജശ്രീ വഴി വെച്ച മിത്രമായിട്ടുണ്ടായ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ധർമ്മം പറഞ്ഞു, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. എന്തിനാ എടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞ്? പിന്നെ പറയണം, പറയാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് അച്യുതൻ പറഞ്ഞു. എന്റെ മോനെ അകത്ത് കിടക്കുന്നേ അവൻ അകത്ത് കിടക്കാൻ കാരണം ആരാ? ഈ അനുവും ബാലനും അതുപോലെ മിത്രയൊക്കെ ചേർന്നിട്ടല്ലേ? മിത്രയ്ക്ക് അവനോട് എന്തെങ്കിലും ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ അലോകിന്റെ പക്ഷത്തല്ലേ നിൽക്കുള്ളൂ. ഒന്നും അല്ലെങ്കിൽ സഹോദരനല്ലേ? എന്നിട്ട് അവൾ എന്താ ചെയ്തേ? ദേവമംഗലങ്കാരോടൊപ്പം ചേർന്ന് നിന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തേ? എന്റെ മോനെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തേ? അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോടുകൂടി നന്ദിത പറഞ്ഞു, എന്നാലും രാജശ്രീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. മിത്രയോട് വളരെ കടുത്ത രീതിയിലാണ് സംസാരിച്ച്. പാവം എന്റെ മോൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഓ പിന്നെ ഏട്ടത്തിയുടെ മോളുടെ കാര്യം വന്നു കഴിഞ്ഞപ്പം ഏട്ടത്തിക്ക് വിഷമമായില്ലേ? അപ്പൊ എന്റെ മകന്റെ കാര്യമോ? എന്റെ മകൻ അകത്താ കിടക്കുന്നേ. ഞാനൊരു പെറ്റമ്മ തന്നെയാ, എനിക്കും വിഷമമൊക്കെ ഉണ്ടാവും. അല്ല ഞാനിത് ആരോട് പറയാനല്ലേ? ഏട്ടത്തിക്ക് എപ്പോഴും ഏട്ടത്തിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ഏട്ടത്തിക്ക് വല്ല ചിന്തയുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, അതെ അലോക് ജയിലിലായെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഇനി വഴിയെ വെച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണമായിരുന്നു എന്ന് ചോദിച്ചു. അല്ലെങ്കിലും അനന്തേണ്ണ എപ്പോഴും സ്വന്തം മോളെയാണുള്ള പരിഗണന. അപ്പൊ എന്റെ മോനെ കുറിച്ച് ഒരു ചിന്തയില്ലല്ലേ? എന്റെ മോനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം എന്നൊക്കെ അച്യുതൻ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഇന്ദിരാമ്മ വിഷമിച്ച് നിൽക്കുന്ന നന്ദിതയെ ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിത ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് വരുവാണ് മിത്രയും മീനാക്ഷിയും കൂടെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്കാണ് സങ്കടമായിരുന്നു. മിത്രയെ വഴിയിലൊക്കെ വെച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി. പക്ഷേങ്കില് മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വേറെ എന്ത് സഹിക്കും? ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആരും തന്നോടൊപ്പം നിൽക്കുന്നത് തനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ടാണ് ആ ജോലി കിട്ടില്ലെന്നൊക്കെ ശപിച്ച് അത് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് മീനാക്ഷി ആശ്വസിപ്പിച്ചു. അവരങ്ങനെ പ്രാഗിയെന്ന് ഓർത്തുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലത്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് സഹിച്ചില്ല. ആ സമയത്ത് ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയത്, എന്താ കരയണേന്നൊക്കെ ചോദിച്ചു. രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ പോയതാണ്. അപ്പോഴാണ് മീനാക്ഷി ആ കാര്യം പറയണേ. അതെ വഴിക്ക് വെച്ച് മിത്രയുടെ അമ്മയും അതുപോലെ തന്നെ രാജശ്രീ ഇളയമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ? ഒന്നും പറയണ്ട, പിന്നീട് വഴി നടന്ന പ്രശ്നത്തെക്കുറിച്ചെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അവൾ ആരാ എന്റെ മോളെ കുറിച്ച് പറയാനായിട്ട്? രാജശ്രീ, അവളെ ഞാൻ കാണുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുവും കൂടെ അങ്ങോട്ട് ഓടി വന്നു. ഗോമതി പറഞ്ഞു, രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടുള്ളൂ. എന്റെ മോളെ വഴി തടഞ്ഞു നിർത്തി അവള് ചീത്ത പറഞ്ഞിരിക്കുന്നു. എന്റെ മോൾക്ക് ജോലി കിട്ടുമല്ലോ എന്നൊക്കെ അവളാണോ തീരുമാനിക്കുന്നത്? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ മോൾക്ക് ജോലി കിട്ടുമല്ലോ എന്നൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ് ഗോമതി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മീനാക്ഷി മിത്രയൊക്കെ ചേർന്ന് കയ്യെ പിടിക്കുകയാണ്. സാരമില്ല പോട്ടെ അമ്മേ, അമ്മ ഇപ്പൊ അതും ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തടയുവാണ് മീനാക്ഷി. ആ സമയത്താണ് ആര്യനെ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യം വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മീനാക്ഷി ഉള്ള കാര്യം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യ മിത്ര അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ അവര് പ്രാഗീന്നോ നേർച്ച നടന്നെന്ന് ഓർത്തോണ്ട് നിനക്ക് ജോലി കിട്ടാമെന്നൊന്നും പോകത്തില്ല മിത്രേ. നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അല്ലാതെ അവരുടെ വായ കിടക്കുന്ന നാക്കുപോലൊന്നും അല്ല കാര്യങ്ങള്. ഇത് കേട്ടതും മിത്ര അവിടെ എങ്ങനെ അടിച്ചിരുന്ന് കരയാണ്. പോട്ടെ സാരമില്ല, ഞാനല്ലേ പറയണത്. നമ്മൾ ഈ കണ്ട പ്രയത്നമൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ ജോലിക്ക് വേണ്ടിയിട്ടാ. നിന്റെ സ്വപ്നമല്ലേ അത് നമ്മൾ നേടുക തന്നെ ചെയ്യും. അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ ചേച്ചി എന്തിനാ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആര് പറഞ്ഞു നീ കാരണമാന്ന്? എല്ലാം അവൻ കാരണം. അലോക് അവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവൻ ഒറ്റ ഒരുത്തനാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവന് കിട്ടാനുള്ള ശിക്ഷ എന്താണെങ്കിലും മാക്സിമം വാങ്ങിച്ചു കൊടുക്കണം. അനുമോളെ നീ ചെയ്യേണ്ട ആ ഒരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞ പോലെ കോടതിയിലുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അവനൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അനുവിനാണെങ്കിൽ അലോകിനോട് ഒന്നിനോടൊന്ന് ദേഷ്യം കൂടി വരുമായിരുന്നു. ഇതേ സമയത്ത് ബാലൻ ഡീലറെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ധർമ്മനെ കാണുന്നത്. ധർമ്മം തണുത്ത് വരുന്ന കണ്ടു. പെട്ടെന്നാണ് ബാലിന് ആകെപ്പാടെ സങ്കടമൊക്കെ ആയി. ഒന്നുമല്ലേലും ഇത്രയും കാലം സ്വന്തം മകനെ പോലെ സ്നേഹിച്ചൊക്കെയാണ്. അങ്ങനെ ധർമ്മന്റെ അടുത്തേക്ക് ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ധർമ്മം മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ബാലൻ ധർമ്മാന്ന് വിളിച്ചു. പെട്ടെന്ന് ധർമ്മം നിന്നു. ബാലൻ പറഞ്ഞു, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക്. അതെ നീ അവിടേക്ക് വരണം, തിരിച്ച് ദേവമംഗലത്തേക്ക് വരണം. നീ വരാത്തോണ്ട് അവിടെ ഒരു സന്തോഷം ഇല്ലടാ. നീയും കൂടെ വന്നാലോ അവിടെ ആ പഴയ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു.
അത് കേട്ടതും ധർമ്മനൊന്നും ബാലനെ അടിമുടി നോക്കി. എന്നിട്ട് പറഞ്ഞതേ, ദേവമംഗലത്തിന്റെ സന്തോഷം എന്റെ പ്രശ്നമല്ല. ദേവമംഗലത്തുള്ളവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടേ എന്റെ ജീവിതം എന്തായാലും ഞാൻ ബലിയാടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിപ്പം എന്റെ വീട്ടിലാ കഴിയുന്നത്. കൃഷ്ണമംഗലം എന്റെ വീട്. അവിടെ എനിക്ക് എന്റെ ചേട്ടന്മാരും അമ്മ എല്ലാം ഉണ്ട്. ഞാൻ അവരോടൊപ്പം സന്തോഷത്തോടെ കഴിയണേ. ഞാൻ അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ദേവമംഗലത്തിന് സന്തോഷമൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലന് ഭയങ്കര ബുദ്ധിമുട്ടായി. ബാലൻ പറഞ്ഞു, എടാ മോനെ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണ്, നീ ക്ഷമിക്കുക. എനിക്കറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി. അറിയാതെ സംഭവിച്ചു പോയി. ഇന്ന് വരെ ഞാൻ 1 രൂപ പോലും കടയിൽ നിന്ന് മോഷ്ടിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. 1 രൂപയെങ്കിലും എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇല്ലാത്ത പണം ഞാൻ മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടാ അത് പോട്ടെ, ആ സാഹചര്യത്തിൽ ആരാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു പോവും. അതെന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ പേരിൽ നീ ഇനിയും പിണങ്ങിയിരിക്കരുത്. നീ അവിടേക്ക് വാ. ഞാൻ പറഞ്ഞല്ലോ, നീയും കൂടെ അവിടെ ഉണ്ടെങ്കിലോ അറിയാലോ. ഇത്രയും കാലം നിന്നെ ഞാൻ എങ്ങനെയാടാ കണ്ടിരിക്കുന്നേ? സ്വന്തം മകനെ പോലെ അല്ലേ? ആ ഒരു രീതിയിലാണ് നിന്നോട് ഞാൻ ചോദിച്ചേ. മകനെ പോലെ കണ്ടുപോലും. മകനെ പോലെ കണ്ടിരുന്നെങ്കിലേ ഒരിക്കലും അളിയൻ എന്നോടത് ചോദിക്കില്ലായിരുന്നു. ഇനി എന്താണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇനിയിപ്പോ വരണേ പോലും ആദ്യം ഒരു കാര്യം ചെയ്യാം. ആ പണം മോഷ്ടിച്ചാരാന്ന് കണ്ടെത്ത്. അതിനുശേഷം ഞാൻ വരണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, എടാ ധർമ്മ, കൂടുതലൊന്നും പറയണ്ട. എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. ഞാൻ പോയേക്കോന്നും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാലന് വല്ലാത്തൊരു വിഷമായി. അല്ല, അവനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സാഹചര്യത്തിൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രതികരിക്കുകയുള്ളൂ. പക്ഷെ ധർമ്മന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ബാലനോട് ഇങ്ങനെ പറയുന്നതിൽ. കാരണം ബാലൻ എത്രമാത്രം, ബാലനാണെങ്കിലും ഗോമതിയാണെങ്കിലും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ധർമ്മൻ അറിയായിരുന്നു. ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. പക്ഷേ ബാലനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മന് ഭയങ്കര ബുദ്ധിമുട്ടായി. ധർമ്മന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്താണെങ്കിലും അളിയന് വിഷമായി കിട്ടണമെന്നുള്ള കാര്യം ധർമ്മന് മനസ്സിലായി. ഇതേ സമയത്ത് ഉദയഭാനു ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുവാണ്. അപ്പൊ കുറച്ച് ദിവസമായി, 2 ദിവസമായി വന്നിട്ട്. ഇന്നെങ്കിലും വന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം, പണം അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വന്നേ. ഉദയഭാനു വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ചോദിച്ചു, എന്താച്ചാ അച്ഛൻ എന്തിനാ ഇന്നും കൂടെ വന്നേന്ന് ചോദിച്ചു. എൻ്റെ മോളെ, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പൊ ഇവിടെ വന്ന് മോളെ ഒന്ന് കണ്ടിട്ട് പോകാന്നൊക്കെ കരുതി. അതെ, അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തിനാ വെറുതെ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഉള്ള വില കളയരുത്. അത് മാത്രമല്ല, ഞാൻ ആ വീട്ടിൽ എങ്ങനെയെങ്കിലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം കടയിലാണെങ്കിലോ ബാലനില്ലായിരുന്നു. ആകാശും രാമേട്ടനും കൂടെ പുറത്ത് പോയേക്കുമായിരുന്നു. ആ സമയത്താണ് കൃത്യം ഉദയഭാനു വരുന്നത്. ആ സമയം ഉദയഭാനു പറഞ്ഞു, എൻ്റെ മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ലേലും നിന്റെ അച്ഛനല്ല ഞാൻ. അച്ഛൻ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഈ ചില സമയത്തുണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ സ്വയം അങ്ങോട്ട് നിയന്ത്രിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കടയിൽ ആള് വന്നു. കടയിൽ ആള് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി അവർക്ക് സാധനം എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ട് തിരിയുവാണ്. ഈ സമയം ഉദയഭാനു അവിടെ നിന്ന് ഇങ്ങനെ നോക്കി. പറ്റിയ സമയം തന്നെ പെട്ടെന്ന് ഉദയഭാനു എന്ത് ചെയ്തു, ഡ്രോ പതുക്കെ തുറക്കണം. അതിനകത്ത് പണം കാണുമെന്നറിയാം. അതിനകത്ത് തുറന്നിട്ട് അതിനകത്ത് കൈയിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ശ്രീദേവി കൃത്യമായിട്ട് തിരിയുന്നത്. ശ്രീദേവി തിരിയുമ്പോൾ ആ കാഴ്ച കണ്ടു. ഡ്രോ തുറന്ന് നോക്കുന്നു ഉദയഭാനുവിനെ. പെട്ടെന്ന് ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ശ്രീദേവിക്ക് മനസ്സിലായി അച്ഛൻ പണം എടുക്കാനായിട്ടാണ്. പെട്ടെന്ന് തന്നെ ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. ഉദയഭാനു അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഉദയഭാനു ഒന്നുമല്ലാതെ മറ്റും നിൽക്കുകയാണ്. ശ്രീദേവി കടയിലുള്ള ആ ചേച്ചിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഉദയഭാനുവിന്റെ നേരെ തിരിയുവാണ്. സത്യം പറച്ച അച്ഛൻ പണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഡ്രോയ്ക്കകത്ത് കൈയിട്ടെന്ന് ചോദിച്ചു. ഞാനോ? എന്തൊക്കെയാ മോളി പറയണേ? എനിക്ക് നല്ല സംശയമുണ്ട്. അച്ഛനായിരുന്നില്ലേ അപ്പൊ ആ പണം മോഷ്ടിച്ചത്? സത്യം പറച്ച 25,000 രൂപ മോഷ്ടിച്ച അച്ഛനായിരുന്നു എന്ന് ചോദിച്ചു. ഞാനോ? എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഉദയഭാനു പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്താണല്ലോ ഉദയഭാനുവിന്റെ കള്ളത്തരം മോള് പിടികൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല നല്ല കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.